നമസ്കാരം. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഡൽഹി നിർണായകമായ പലതരത്തിലുമുള്ള പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർഷക പ്രക്ഷോഭം, നിർഭയ പ്രക്ഷോഭം തുടങ്ങിയ പല പ്രക്ഷോഭങ്ങൾക്കും രാജ്യതലസ്ഥാനം വേദിയായി. അക്കൂട്ടത്തിലേക്കാണ് CJPയുടെ പ്രക്ഷോഭവും ഇപ്പോൾ ഉൾപ്പെടുന്നത്. 2012 നിർഭയ പ്രക്ഷോഭത്തിനും 2021 കർഷകർ ചെങ്കോട്ടയിലേക്ക് നടത്തിയ ട്രാക്ടർ റാലിക്കും ശേഷം തലസ്ഥാന നഗരിയെ പിടിച്ചുകുലുക്കിയ ഈ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളും പോലീസും തെരുവിൽ ഏറ്റുമുട്ടി. ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും പോലീസുകാരടക്കം 200ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് ജൂലൈ 20 സൻസദ് ചലോ മാർച്ച് നടക്കുമെന്ന് ഒരു മാസം മുൻപേ പ്രഖ്യാപിച്ചിരുന്നതാണ്. എങ്കിലും പ്രക്ഷോഭകരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നതോടെ കാര്യങ്ങൾ പോലീസിന്റെ കൈവിട്ടു പോവുകയായിരുന്നു. പ്രതിഷേധം മുൻകൂട്ടി കാണുന്നതിൽ സുരക്ഷാ ഏജൻസികൾക്ക് പാളിച്ചയുണ്ടായി എന്നാണ് വിലയിരുത്തലുണ്ടാകുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചാണ് പതിനായിരങ്ങൾ ഒഴുകിയെത്തിയത്. 7000 മുതൽ 8000 വരെ ആളുകൾ എത്തിയേക്കാമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യുവാക്കളും അടക്കം 100,000-ഓളം പേരാണ് ഡൽഹിയിൽ തിങ്കളാഴ്ച തടിച്ചുകൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാട്സപ്പ് കൂട്ടായ്മകൾ വഴി ഏകോപിപ്പിച്ചാണ് ഭൂരിഭാഗം പേരും എത്തിയത്. മാർച്ചിൽ പങ്കെടുത്തവരിൽ ഏറെയും 12-നും 17-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായിരുന്നു എന്നതും ഡൽഹിയെ ഞെട്ടിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറിയ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും കടുത്ത ലാത്തിചാർജും നടത്തി. ഡൽഹി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ സംഭവം നൽകിയിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു കൂട്ടം കോൺഗ്രസ് MPമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഓടിയെത്തിയതും ഞെട്ടിച്ചു കളഞ്ഞു. ഡൽഹി പോലീസ് വിവരമറിഞ്ഞ് സുരക്ഷാ സന്നാഹങ്ങളുമായി എത്തുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രധാന കവാടം പൂർണ്ണമായി ഉപരോധിക്കാൻ കോൺഗ്രസ് സംഘത്തിന് സാധിച്ചു എന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായും വിലയിരുത്തപ്പെടുന്നു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആരംഭിച്ച സമരങ്ങളായിരുന്നു ഈ സംഭവത്തിന്റെ തുടക്കം. സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് കൂടി ഇതിന്റെ ഭാഗമായതോടെ സമരത്തിന് ചൂടേറി. പിന്നാലെ വാങ്ചുക്കിന് പിന്തുണയുമായി അഭിജിത് ദീപ്കെ സ്ഥാപിച്ച കോക്രോച്ച് ജനതാ പാർട്ടി 3 ആഴ്ച മുൻപ് മാർച്ചിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ജൂലൈ 18 പുലർച്ചെ വാങ്ചുക്കിനെ പോലീസ് നിർബന്ധിതമായി ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ പ്രതിഷേധം ആളിപ്പടർന്നു. അനുമതിയില്ലാതെ നടന്ന മാർച്ചിലേക്ക് കല്ലുകൾ നിറച്ച ട്രക്കുമായി എത്തിയത് ഗൂഢാലോചനയാണെന്ന് CJP ആരോപിക്കുന്നു. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ കൊടുക്കാൻ പോലീസ് തട്ടിക്കൂട്ടിയ നാടകമാണിതെന്ന് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിക്കുന്നു. സ്ഥിതിഗതികൾ കൈവിട്ടതോടെ ജന്തർ മന്ദിറിന് ചുറ്റുമുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ വൈകുന്നേരം 6 മണി വരെ വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് തടയാൻ ഡൽഹി മെട്രോയുടെ 5 പ്രമുഖ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടിയതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ മെട്രോ സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാരെ വഴിയിലാക്കി. 2012 നിർഭയ പ്രക്ഷോഭകാലത്തേക്കാൾ കടുത്ത നിയന്ത്രണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രതിഷേധ മാർച്ച് അവസാനിക്കുമെന്നായിരുന്നു പോലീസിന്റെ ധാരണ. എന്നാൽ അത് കൈവിട്ടു പോവുകയായിരുന്നു. പ്രദേശം ബാരിക്കേഡുകൾ വെച്ച് പോലീസ് കെട്ടിയടച്ചിരുന്നു. തുടക്കത്തിൽ ഏകദേശം 2000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. പ്രക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കില്ല എന്നായിരുന്നു പൊതുധാരണ. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആദ്യം ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കാൻ ഉത്തരവിട്ടത്. എങ്കിലും പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുകയായിരുന്നു. തുടർന്ന് ഇന്റർനെറ്റ് നിരോധനം നീട്ടുകയായിരുന്നു. പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നത് തടയാനായിരുന്നു ഡൽഹി മെട്രോയുടെ 5 സ്റ്റേഷനുകൾ അടച്ചത്. എന്നാൽ ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുകയും മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് യാത്രക്കാരെയും ജീവനക്കാരെയും കടുത്ത ദുരിതത്തിലാക്കുകയും ചെയ്തു. പ്രതിഷേധത്തിനിടെ കല്ലേറും രൂക്ഷമായ ലാത്തിചാർജും നടന്നു. ചോരയൊലിക്കുന്ന തലയുമായി നിരവധി വിദ്യാർത്ഥികളാണ് തെരുവിൽ കിടന്നത്. ആണിതറച്ച ലാത്തികൾ ഉപയോഗിച്ച് പോലീസ് മർദ്ദിച്ചതായും പ്രക്ഷോഭകർ ആരോപിക്കുന്നു. സംഭവത്തിൽ 70ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിലുള്ളവർ വിദ്യാർത്ഥികളല്ലെന്നും പുറത്തുനിന്നുള്ള ശക്തികളുടെ ഇടപെടൽ സംശയിക്കുന്നതായും ഡൽഹി പോലീസ് വ്യക്തമാക്കി. CCTV, ഡ്രോൺ ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമികളുടെ മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരു മാസത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി രോഷത്തിന്റെ ആഴമളക്കുന്നതിലും തുടക്കത്തിലെ ചർച്ചകൾ നടത്തി പ്രക്ഷോഭം ഒഴിവാക്കുന്നതിലും സർക്കാരിനും ഡൽഹി പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നതിന്റെ തെളിവാണ് തലസ്ഥാനത്ത് അരങ്ങേറിയ ഈ സംഭവ വികാസങ്ങൾ. ചരിത്രത്തിലില്ലാത്ത വിധം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഡൽഹി പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും മോദി സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.